നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോകാം. വിഷ്ണുവിന്റെ വിവരങ്ങൾ നൽകാൻ. വിഷ്ണു, ശക്തമായ പോരാട്ടം നടക്കുന്ന ആറന്മുളയിൽ ഉൾപ്പെടെ മികച്ച പോളിംഗ് ആണോ രേഖപ്പെടുത്തുന്നത് ഈ നിമിഷം? ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ രാവിലെ മുതൽ ആരംഭിച്ച വോട്ടിംഗ് യാതൊരുവിധ ആവേശവും ചോരാതെ ഇപ്പോഴും തുടരുന്ന സാഹചര്യമാണ് പത്തനംതിട്ട ജില്ലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഉള്ളത് പത്തനംതിട്ട ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. ജില്ലയിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയത് ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. ഏറ്റവും കൂടുതൽ ത്രികോണ മത്സരം നടന്നതും ആറന്മുള നിയോജക മണ്ഡലത്തിലാണ്. വീണ ജോർജും അബിൻ വർക്കിയും കുമ്മനം രാജശേഖരനും തോളോട് തോൾ നിന്ന് ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ആറന്മുള നിയോജക മണ്ഡലത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചത്. ആ ആവേശം തന്നെയാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിപ്പിക്കുമ്പോഴും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏകദേശം ഉച്ചയോടടുക്കുമ്പോഴത്തേക്ക് 33% പോളിംഗ് ജില്ലയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കഠിന ചൂട് തന്നെയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. പക്ഷേ അതിനെ ഒന്നും വകവെക്കാതെ ഓരോ ബൂത്തുകളിലേക്കും വലിയ ക്യൂ തന്നെ അനുഭവപ്പെടാനുണ്ട്. ഞാൻ കുറച്ചു മുൻപ് ഉണ്ടായിരുന്നത് പത്തനംതിട്ട വെട്ടിപ്പുറം ശ്രീനാരായണ ശ്രീവത്സം മെമ്മോറിയൽ സ്കൂളിലാണ്. അവിടെ ഡോളിയിൽ പോലും പ്രായമായവരെ എടുത്തോണ്ട് പോയി വോട്ട് രേഖപ്പെടുത്തുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കൂ. അത്രയ്ക്ക് ആവേശത്തോടു കൂടി തന്നെയാണ് ജനങ്ങൾ ഈ വോട്ട് മഹോത്സവത്തെ വരവേൽക്കുന്നത്. പത്തനംതിട്ട നഗരസഭ ഉൾപ്പെടെ കോന്നി, റാന്നി ഉൾപ്പെടെയുള്ള മലയോര പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ളിടത്ത് രാവിലെ മുതൽ ശക്തമായ പോളിംഗ് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഠിന ചൂടിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ടുകൾ രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചും LDF, UDF, NDA തുടങ്ങിയ 3 മുന്നണികൾക്കും ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പായതിനാൽ തന്നെ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം എത്തി തന്നെ വോട്ടുകൾ രേഖപ്പെടുത്തി. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജനങ്ങളുടെ ഒരു തള്ളലുണ്ടാകുക. കാരണം ഉച്ചയോടടുക്കുന്ന സാഹചര്യത്തിൽ സഹിക്കാൻ കഴിയാത്ത ഒരു ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇനി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും, ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും ഇനി വലിയൊരു തള്ളിക്കയറ്റം ജില്ലയിൽ കാണാൻ സാധിക്കുക. ഇനിയും കടുത്ത പോളിംഗ് തന്നെ ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏകദേശം 1 മണിയോടടുക്കുന്ന